ഹലോ, അസ്സാം വലൈക്കും. പിന്നെ ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് പൊട്ടോറ്റോ വെച്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ചധികം വിഭവങ്ങളുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ പൊട്ടോറ്റോയും ഇതിൻ്റെ കൂടെ നമ്മുടെ വീട്ടിൽ സാധാരണ ഉള്ള കുറച്ച് ഇൻഗ്രീഡിയൻസും മാത്രം ചേർത്താൽ മതി. നമുക്ക് ഒരുപാട് നല്ല കിടിലൻ വിഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനെപ്പോഴും പറയാറുള്ള പോലെ ഡിസ്ക്രിപ്ഷനിൽ ഓരോന്നും മെൻഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് കാണാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം ഷെയർ ചെയ്യുന്നത് പൊട്ടാറ്റോ ബോൾസാണ്. അപ്പോൾ ഈ ഒരു പൊട്ടാറ്റോ ബോൾസ് തന്നെ രണ്ട് രീതിയിലും കാണിക്കുന്നുണ്ട്. ഒന്ന് ബ്രെഡ് കോട്ടിങ് ചെയ്തിട്ട്, പിന്നെ വേറൊന്ന് നമ്മൾ നോർമലി ചെയ്യാറുള്ള പോലെ ബ്രെഡ് ക്രംസ് കോട്ടിങ് ചെയ്തിട്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 4 മീഡിയം സൈസിലുള്ള പൊട്ടാറ്റോ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മാഷ് ചെയ്തെടുക്കണം. പക്ഷെ നല്ലോണം പേസ്റ്റ് പരുവത്തിൽ മാഷ് ചെയ്തെടുക്കണമെന്നില്ല. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുന്ന രീതിയിൽ മാഷ് ചെയ്തെടുത്താൽ മതി, ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഇനി ഇതിലോട്ട് ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 2-3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ക്രഷ് ചെയ്തത്. ഇനി ഇതിലോട്ടൊരു 1/4 ടീസ്പൂണ് ചാറ്റ് മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചാറ്റ് മസാല കയ്യിലില്ലെങ്കിൽ ഒഴിവാക്കാം, ഗരം മസാല പൗഡർ ചേർത്ത് കൊടുത്താലും മതി. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പാകത്തിനുള്ള ഉപ്പ്. പൊട്ടറ്റോ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടാണ് വേവിക്കുന്നത്, അപ്പോൾ അത് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ചെറിയ ബോൾസ് ആക്കി എടുക്കുക. അപ്പോൾ നമ്മളിത് ബ്രെഡിൻ്റെ അകത്ത് വെച്ചിട്ടാണ് കോട്ടിങ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ഒരു ബ്രെഡിൻ്റെ അകത്ത് പിടിക്കാനുള്ള ആ ഒരു സൈസിലുള്ള ബോൾസ് ആക്കി എടുത്താൽ മതി. അപ്പോൾ ഞാൻ മൊത്തം ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് 4 അരികും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ 4 അരികും ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ഒരു ബ്രെഡ് ഇതുപോലെ ഒന്ന് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് വെള്ളം നല്ലോണം ഇതുപോലെ പ്രസ് ചെയ്തിട്ട് വെള്ളം മാറ്റി കളയുക. ഒട്ടും വെള്ളം ഉണ്ടാകരുത്. അപ്പോൾ നല്ലോണം പ്രസ് ചെയ്ത ഈ ഒരു ബ്രെഡിൻ്റെ അകത്ത് ഇതുപോലെ ബോൾസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഉരുട്ടിയെടുക്കുക. കംപ്ലീറ്റ് കവറാകുന്ന രീതിയിൽ ഉരുട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ച എല്ലാ ബോൾസും ബ്രെഡിൻ്റെ അകത്ത് വെച്ച് നല്ലോണം ഉരുട്ടിയെടുക്കുക, കവർ ചെയ്തെടുക്കുക. ഇനി ഇത് ചൂടായ എണ്ണയിൽ ഫ്രൈ ചെയ്താൽ മതി. ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ്, നല്ല ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു സൈഡ് ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു സെയിം ഇതന്നെ നമ്മൾ ബോൾസ് ഉണ്ടാക്കി വെച്ച ശേഷം മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ടിങ് ചെയ്ത് ആ ഒരു രീതിയിൽ വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ബ്രെഡ് നമ്മുടെ കയ്യിലില്ലെങ്കിൽ ബ്രെഡ് ക്രംസ് കയ്യിലുണ്ടെങ്കിൽ ആ ഒരു രീതിയിലും ചെയ്തെടുക്കാം. അപ്പോൾ അത് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റാം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇനി വേറൊരു സ്നാക്കും കൂടെ നോക്കാം പൊട്ടാറ്റോ വെച്ചിട്ട്. അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള പൊട്ടാറ്റോ ആണെങ്കിൽ 4 എടുത്താൽ മതി. എന്നിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വേവിച്ച് ഇതുപോലെ ഒന്ന് മാഷ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ലോണം പേസ്റ്റ് പരുവത്തിലാക്കണ്ട, ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുന്ന രീതിയിൽ മാഷ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലോട്ട് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1-2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ ഒരു ചെറിയ കഷ്ണം ക്രഷ് ചെയ്ത ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പൊട്ടാറ്റോ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി പാകത്തിനുള്ളത്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ചാറ്റ് മസാല പൗഡർ ഉണ്ടെങ്കിൽ ചാറ്റ് മസാല, അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ച് മല്ലിയില അരിഞ്ഞത് കയ്യിലുണ്ടെങ്കിൽ മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. പിന്നെ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ച് ഒരു 1-2 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലോണം ബോൾസാക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ബോൾസാക്കി എടുക്കാം നേരത്തെ ചെയ്ത പോലെ. പിന്നെ വേറൊരു ഷേപ്പിൽ വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ട് ഈ ഒരു രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ബോൾസ് ഷേപ്പിലാക്കി എടുത്താലും മതി. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ബോൾ ഷേപ്പ് തന്നെ ആക്കിയെടുത്താൽ മതി. അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തതന്നേ ഉള്ളൂ. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ
മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ജസ്റ്റ് മുട്ട ബീറ്റ് ചെയ്തതാണ്, കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട്. അപ്പോൾ ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് കോട്ടിങ് ചെയ്തെടുക്കുക കേട്ടോ. ബ്രെഡ് ക്രംസിൽ നമ്മൾ കോട്ടിങ് ചെയ്തെടുക്കുമ്പോൾ എന്താണെങ്കിലും നല്ലോണം ഒന്ന് പ്രസ് ചെയ്തിട്ട് കോട്ടിങ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഫുൾ എണ്ണയിലോട്ടൊക്കെ ഈ ഒരു ക്രംസൊക്കെ വീഴും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബോൾസ് ഷേപ്പാക്കി എടുക്കുന്നെങ്കിലും എങ്ങനെയാണെങ്കിലും ഒന്ന് നല്ലോണം ഈ ഒരു ബ്രെഡ് ക്രംസിൽ നല്ലോണം ഒന്ന് പ്രസ് ചെയ്തിട്ട് തന്നെ കോട്ടിങ് ചെയ്തെടുക്കുക. പിന്നെ നമുക്കിത് ചൂടായ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാറ്റാം. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും ഈ ഒരു പൊട്ടാറ്റോ ബോൾസ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയാണ് കേട്ടോ ഷെയർ ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇനി ഷെയർ ചെയ്യുന്നത് പൊട്ടാറ്റോ ബോൾ ബജിയാണ്. അപ്പോൾ ഇതും ചെയ്യാനായിട്ട് എളുപ്പമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്കുള്ളൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് 1/4 കപ്പ് മൈദ, അതുപോലെ ഒരു 2 ടേബിൾ സ്പൂണ് റൈസ് ഫ്ലോറും കൂടെ പച്ചരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കയ്യിലില്ലെങ്കിൽ ഒഴിവാക്കാം. പിന്നെ വേണ്ടത് പാകത്തിനുള്ള ഉപ്പ്, അതുപോലെ ഒരു നുള്ള് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കലക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക പാകത്തിനുള്ള. അപ്പോൾ 1/4 കപ്പ് വെള്ളം വേണ്ടി വരുന്നുണ്ട് ഓൾമോസ്റ്റ്. ആദ്യം 1 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ 1/4 കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട്. നമ്മൾ സാധാരണ ബജിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസി തന്നെയാണ്. ഇനി ഇതിലോട്ട് കുറച്ച് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂൺ കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ ക്രഷ് ചെയ്തിട്ടുള്ള ഇഞ്ചി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇഞ്ചിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, ചില്ലി പൗഡർ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് വിട്ടുപോയതാണ്. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കിയെടുക്കണം പൊട്ടാറ്റോ വെച്ചിട്ട്. അപ്പോൾ ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോഴേക്കും കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക ആദ്യം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. എണ്ണ നല്ല ചൂടായ ശേഷം ഇനി ഇതിലോട്ടൊരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകം ക്യൂമിൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂണ് ഉഴുന്ന് പരിപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു സവാള, അത്യാവശ്യം വലിയൊരു സവാളയാണ് കേട്ടോ, ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1-2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ക്രഷ് ചെയ്തത്, പിന്നെ കുറച്ച് കറിവേപ്പില, ഇത്രയും കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നല്ലോണം അങ്ങനെ വഴന്ന് കിട്ടണമെന്നില്ല കേട്ടോ, ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. ഇനി ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, അതുപോലെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊട്ടാറ്റോ വേവിക്കുമ്പോൾ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഓൾറെഡി പൊട്ടാറ്റോ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു മീഡിയം സൈസിലുള്ള 4 പൊട്ടാറ്റോ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട, 2 ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയും മതിന് ഇതിലോട്ട് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള 4 പൊട്ടാറ്റോ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലോണം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ലോണം വേവിച്ചിട്ടുള്ള പൊട്ടാറ്റോ ആണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം കൂടെ നന്നായി മിക്സായി കിട്ടണം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലോണം മിക്സായി കിട്ടിയിട്ടുണ്ട്. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അതും വറ്റിക്കോളും. അപ്പോൾ എല്ലാം കൂടെ ഇത് മിക്സായി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇത് നല്ലോണം ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്കിത് ചെറിയ ബോൾസ് ആക്കിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ വലിയ പീസസ് ഒക്കെ ഉണ്ടെങ്കിൽ കൈകൊണ്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്കിതുപോലെ ബോൾസ് ആക്കി എടുക്കാം. അപ്പോൾ വലിയ സൈസ് വേണമെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും വലുതാക്കി എടുക്കാം, അല്ലെങ്കിൽ ഈ ഒരു സൈസിൽ ബോൾസ് ആക്കി എടുത്താൽ മതി. അപ്പോൾ ഞാൻ മൊത്തം ബോൾസ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഒരു ബാറ്ററിൽ മുക്കിയിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് ഡിപ്പ് ചെയ്തിട്ട്
ചൂടായ എണ്ണയിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ വേറൊരു എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നമുക്ക് കിഴങ്ങ് ബജിയൊക്കെ നമ്മൾ ചെയ്യാറുണ്ടല്ലോ, അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പൊട്ടാറ്റോ ജസ്റ്റ് വേവിക്കാതെ തന്നെ സ്ലൈസ് ചെയ്തെടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് സ്ലൈസ് ചെയ്യുക തിന്നായിട്ട്. എന്നിട്ട് ഇതുപോലെ ബാറ്റർ ഉണ്ടാക്കിയിട്ട് ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാം കേട്ടോ. കിഴങ്ങ് ബജി ചെയ്യുന്ന പോലെ തന്നെ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് നമുക്ക് ബജി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എണ്ണയിൽ ഇട്ടപാടെ തന്നെ മൂവ് ചെയ്യേണ്ട, ഒരു 2-3 സെക്കൻഡ് ആയ ശേഷം വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് കൊടുക്കാം. എന്ത് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ തന്നെ നമ്മൾ ഇട്ടപാടെ തന്നെ മൂവ് ചെയ്യുമ്പോൾ അത് പൊട്ടിപ്പോവും. അപ്പോൾ ഇത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഒരു സൈഡ് ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാറ്റാം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതും നമുക്ക് പെട്ടെന്ന് നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇനി ഷെയർ ചെയ്യുന്നത് സ്നാക്കല്ല കേട്ടോ, നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പൊട്ടറ്റോ റോസ്റ്റാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്, അതുപോലെ എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് 1/2 കിലോ പൊട്ടാറ്റോ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/4 കപ്പോളം കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു അളവിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ എല്ലാം നേരെ പകുതി എടുത്താൽ മതി. പിന്നെ 1 ടീസ്പൂണോളം ഗരം മസാല പൗഡർ, അതുപോലെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാകത്തിനുള്ള. പിന്നെ വേണ്ടത് ഇത് മസാല ഉണ്ടാക്കിയെടുക്കാനുള്ള കുഴച്ചെടുക്കാനുള്ള വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് നല്ല തിക്കായിട്ടുള്ളൊരു മസാല ഉണ്ടാക്കിയെടുക്കുക. പിന്നെ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് വിട്ടുപോയി കാണിക്കാനായിട്ട്. അപ്പോൾ നല്ലോണം ഇതുപോലെ നല്ല തിക്കായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു 10-15 മിനിറ്റോളം ഒന്ന് മാറ്റി വെക്കാം കേട്ടോ, എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് ഓൾറെഡി ഞാൻ എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഈ ഒരു പൊട്ടറ്റോ മിക്സ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ഒന്ന് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്നവരെ, നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് മൊരിഞ്ഞ് വരുന്നവരെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴേക്കും ഇതിലോട്ട് കറിവേപ്പില ചേർത്തിട്ട് ഒന്നും കൂടെ മൊരിച്ചെടുക്കുക. പിന്നെ പൊട്ടറ്റോ വെച്ചിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കറി, കാസർഗോഡൻ സ്റ്റൈലിലുള്ള ഒരു കറി ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. വെറും പൊട്ടറ്റോയും സവാളയും ഇങ്ങനെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി അത് ചെയ്യാനായിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈ മോള് ചെയ്ത ഒരു വീഡിയോ, അതിൻ്റെ ലിങ്കും ഞാൻ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഫ്രഞ്ച് ഫ്രൈ അതുപോലെ പൊട്ടറ്റോ ചിപ്സൊക്കെ ചെയ്യുന്നത് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് പൊട്ടറ്റോ ചിപ്സൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതൊക്കെ ഞാൻ ഇനി ഒരിക്കൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓൾറെഡി ചെയ്ത് വെച്ചത് അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ഇതിപ്പോൾ നല്ല പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ചിക്കനും ഫിഷും ഒന്നില്ലെങ്കിലും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇനി ഷെയർ ചെയ്യുന്നത് സ്വീറ്റ് പൊട്ടാറ്റോ ചില്ലിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 6 പൊട്ടാറ്റോ ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് മാത്രം വേവിച്ചെടുത്താൽ മതി. അപ്പോൾ പാകത്തിനുള്ള വെള്ളവും അതുപോലെ ഉപ്പും കൂടെ ചേർത്തിട്ട് 5 മിനിറ്റ് വേവിച്ച് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതൊരു 5 മിനിറ്റോളം വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും മതിയെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ വെള്ളം ഒന്ന് മാറ്റി കളയണം. അപ്പോൾ ഒരു സ്ട്രെയിനറിലിട്ടിട്ട് നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ ഇത് ഓൾറെഡി മോള് ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ, കുറച്ച് മുമ്പ്. ഇനി ഇതിലേക്കുള്ളൊരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് 6 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 6 ടേബിൾ സ്പൂൺ റൈസ് ഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 6 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. അപ്പോൾ 3ഉം 6 ടേബിൾ സ്പൂൺ വീതം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ നല്ല തിക്കായിട്ട് നമുക്കൊന്ന് ബാറ്റർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പാകത്തിന് വെള്ളം ചേർത്തിട്ട് നല്ല തിക്ക് ബാറ്റർ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ ബാറ്റർ റെഡിയാക്കിയെടുക്കുക. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ബോയിൽ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു പൊട്ടാറ്റോ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലോണം ഇതിൽ മിക്സ് ചെയ്തെടുത്തിട്ട് നല്ല ചൂടായ എണ്ണയിൽ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ, കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട്.
അപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാത്രം ചൂടാകുമ്പോൾ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളുത്ത എള്ള് ചേർത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കയ്യിലില്ലെങ്കിൽ ഒഴിവാക്കാം, ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. അപ്പോൾ ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ കയ്യിലില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒഴിവാക്കാം, ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി ഈ ഒരു സെയിം പാനിൽ തന്നെ നമുക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് ഒരു മീഡിയം സൈസിലുള്ള ഗാർലിക്ക് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു ഫുള്ള് ഗാർലിക്ക് മീഡിയം സൈസിലുള്ളത്. അതുപോലെ ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ക്യാപ്സിക്കം അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 2-3 പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇത് ചെറുതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലോട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച ഈ ഒരു വെളുത്ത എള്ള് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് 1 ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിലോട്ട് സോസൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഉപ്പ് ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ 2 ടീസ്പൂണ് സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, 2 ടീസ്പൂണോളം. പിന്നെ 1 ടേബിൾ സ്പൂണ് റെഡ് ചില്ലി സോസ്, അതുപോലെ ഒരു 2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക, ഈ ഒരു സോസിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും മതി, ചെറുതായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി വേണ്ടത് ഒരു 2 ടീസ്പൂണ് കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ ഒന്ന് കലക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതും കൂടെ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത് നന്നായി തിളച്ച് തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായി തിളക്കുമ്പോൾ തന്നെ തിക്കായിട്ട് വരും കുറച്ച്. ഇനി ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഈ ഒരു പൊട്ടാറ്റോ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ സംഭവം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇത് സെർവ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന വെളുത്ത എള്ള് കുറച്ചൊന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട്, ഓപ്ഷണലാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്ത റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്